നമസ്കാരം. മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിൽ എന്നോടൊപ്പം വി ഗോപാലകൃഷ്ണൻ IPS AIG റിട്ടയർഡ്. സർ നമസ്കാരം. വന്ദേ മാതരം. സർ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇസ്രായേൽ ഇറാൻ വാറിലേക്ക് നീങ്ങുന്നു. അതിൽ നമ്മൾ പറയാത്ത കാര്യങ്ങൾ, നമ്മൾ മീഡിയയിലൂടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി എന്താണ് ഇവരുടെ ശക്തികൾ എങ്ങനെയാണ്, ഇവർ അടിച്ചാൽ എന്താകുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്, ഈ ഒരു യുദ്ധം ഏത് രീതിയിലേക്ക് പോകും? ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത്? പെന്റഗണിലടക്കം പല മീറ്റിങ്ങുകൾ നടക്കുന്നുവെന്ന് താങ്കൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയാത്ത കഥകൾ കുറേ ഉണ്ട് ഇതിന്റെ പിൻവശത്ത്. അതൊന്നും നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആശങ്ക കൂടി എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആശങ്കപ്പെടേണ്ട, യഥാർത്ഥത്തിൽ താങ്കൾ പറയുന്നത് ഇത് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ ഇത് നീങ്ങുന്നത്? ഇനിയുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നായാലും ഇറാന്റെ ഭാഗത്തു നിന്നായാലും എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഇപ്പോൾ ഖമേനി അടക്കം ടാർഗറ്റിൽ ഉണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. കൈപ്പേറിയ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ഇസ്രായേലിന് ഇറാനും മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത് സർ? ശരത്ത് നല്ല കുറേ പോയിന്റ്സാണ് ചോദിച്ചത്. നമുക്ക് മൊത്തത്തിൽ നമ്മൾ പത്രം എടുത്താലും TV ഓൺ ചെയ്താലും ഇസ്രായേൽ അവിടെ ചെയ്തു, പിന്നെ ടല്ലവീൽ ബോംബ് ചെയ്തു, ഇത്ര പേര് ചത്തു, ഇതുപോലുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് അത് പല ഞാൻ ഈ പറഞ്ഞ പോലെ മീഡിയയിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ആരും അധികം കവർ ചെയ്യാത്ത ആസ്പെക്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അത് കവർ ചെയ്യാം. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇറാൻ പാകിസ്ഥാനല്ല. പാകിസ്ഥാൻ ഈസ് എൻ ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റ് കൺട്രി, അല്ലെങ്കിൽ ഒരു ടെമ്പററി സ്റ്റേറ്റാണ്. 1947 ശേഷം മാത്രം ഉണ്ടായ ഒരു ഇതാണ്. ഇറാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആസ് ഓൾഡ് ആസ് ഇസ്രായേലീസ്, ആസ് ഓൾഡ് ആസ് മോസസ്. അവർ പിന്നെ 5000-6000 ഇയേഴ്സ് ഓൾഡ് സിവിലൈസേഷനാണ്. ജൂതന്മാരുടെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ എപ്പോഴും പ്രോഫറ്റ്സിനെ പറ്റിയേ അതിനകത്തുള്ളൂ. അത് ഏത് മതഗ്രന്ഥത്തിലും പ്രോഫറ്റ്സിനെ പറ്റിയുള്ളൂ. നമ്മുടെ ഗീതയായിരുന്നാലും ബൈബിളായിരുന്നാലും ഹോളി ഖുറാനായിരുന്നാലും അങ്ങനെ കാണിക്കും. പക്ഷേ ഇവരുടെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഇവരുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു നോൺ ജൂവിനെ പറ്റി പറയുന്നുണ്ട്. സൈറസ് ദ ഗ്രേറ്റ്, നമ്മുടെ ലോർഡ് ബുദ്ധയുടെ കണ്ടംപററി ആയിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് ടെമ്പിളാണോ ഫസ്റ്റ് ടെമ്പിൾ? സെക്കൻഡ് ടെമ്പിളാണോ ഫസ്റ്റ് ടെമ്പിളാണോ? ടെമ്പിൾ ഓഫ് മൗണ്ട്, അവരുടെ ഏറ്റവും പുണ്യ. അത് ബാബിലോണിയൻസ് നെബുക്കദ്നേസർ ആക്രമിച്ച് നശിപ്പിച്ച്, അത് കഴിഞ്ഞ് ഇവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അത് ബാഗ്ദാദിലുള്ള ബാബിലോണിയൻ സിവിലൈസേഷനാണ്. അതിനുശേഷം 539 അതിനെ അടുപ്പിച്ച മറ്റോ ഈ ഇറാനിൽ നമുക്ക് പറയാം, ഇറാനിലെ സൈറസ് ദ ഗ്രേറ്റ്, ആ സിവിലൈസേഷൻ എനിക്ക് ഒരിക്കലും എൻ്റെ നാക്കിൻ്റെ തുമ്പത്ത് ഇല്ല, അത് എപ്പോഴും മറന്നു പോകും. ആ ഒരു വലിയ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ പെർഷ്യൻ സിവിലൈസേഷൻ നമുക്ക് പറയാം. അവരുടെ ഏറ്റവും വലിയ എംപററായിരുന്നു സൈറസ് ദ ഗ്രേറ്റ്. ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നു ഈ ജൂതന്മാർ. ഇദ്ദേഹം ഈ ജൂതന്മാർക്ക് പെർമിഷൻ കൊടുത്തു, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ മനുഷ്യാവകാശം കണ്ടുപിടിച്ച ആളെന്ന് ആണ് മനുഷ്യാവകാശ രേഖകളിലൊക്കെ സൈറസ് ദ ഗ്രേറ്റ് ആണ് മനുഷ്യാവകാശം കണ്ടുപിടിച്ചെന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഈ ജൂതന്മാരെ തിരിച്ച് പൊക്കോളം പറഞ്ഞു, ജെറുസലത്തിൽ പൊക്കോളം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ള ദൈവത്തെ നിങ്ങൾ ആരാധിച്ചോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. സാധാരണ അങ്ങനെയല്ലല്ലോ, അന്നത്തെ കാലത്ത് മനുഷ്യാവകാശമൊന്നുമില്ല, മിണ്ടിപ്പോരുത്, എല്ലാവരും ഞങ്ങളുടെ മതം സ്വീകരിച്ചോണം എന്നൊക്കെയല്ലേ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിനൊരു ചാപ്റ്ററുണ്ട് ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഇദ്ദേഹത്തെ പറ്റി. ഇദ്ദേഹം വലിയ ആളാണ്, ഞങ്ങൾക്ക് വളരെ വേണ്ട, ഞങ്ങളുടെ ഒരു മെസ്സായാണ് ഈ സൈറസ് ദ ഗ്രേറ്റ്. അപ്പം എൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പേർഷ്യനാണ്. അപ്പം അന്ന് പേർഷ്യയാണ് ജ്യൂസിനേക്കാളും മികച്ച് നിൽക്കുന്നത്. സോളമൻ്റെ പീരീഡെല്ലാം കഴിഞ്ഞ് പിന്നെ 550 ഒക്കെ വരുമ്പോൾ പേർഷ്യയാണ് ലോകത്തിലെ നമ്പർ 1. ഇന്നത്തെ USA സ്ഥാനമാണ്. അതിനേക്കാളും എലൈറ്റ് സ്ഥാനമായിരിക്കും ഹിസ്റ്ററി പരിശോധിച്ച് വെച്ചാൽ കാണുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ പെർഷ്യ എന്ന് പറയുന്ന ഒരു വലിയൊരു
ഒരു കൾച്ചറും സംസ്കാരവും നമ്മുടെ ഇന്ത്യൻസുമായിട്ടൊക്കെ ഒരു അടുപ്പവും ഒക്കെ ഉള്ള ഒരു സിവിലൈസേഷനാണ്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ പിന്നെ ആർമിയുടെ കളിയാണ് മൊത്തം. അവരെ വിരട്ടാനും അവരെ പ്രോപ്പപ്പ് ചെയ്യാനും എല്ലാം മറ്റുള്ളവർ വിചാരിച്ചാൽ നടക്കും. പക്ഷേ ഇറാന് അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഇറാൻ ഒരു വിയറ്റ്നാം പോലെയാണ്. നമ്മളിവിടുത്തെ മീഡിയ അല്ലെങ്കിൽ ഏതെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഇറാനെതിരായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായിട്ടോ ഇസ്രായേലിനെതിരായിട്ടോ എഴുതിയതിൽ കാര്യമില്ല. നമ്മൾ നിഷ്പക്ഷമായിട്ട് നമ്മൾ വീക്ഷിക്കുക. അങ്ങനെ നോക്കുമ്പം ഇറാൻ ഈസ് നോട്ട് എ പുഷ് ഓവർ. ഇറാൻ സാങ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ നമ്മുടെ അടുത്ത ഫ്രണ്ടാണ്, അതിന് സംശയമൊന്നുമില്ല. അതേസമയം ഇറാനെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഈ ഇസ്രേലികളും ബെഞ്ചമിൻ നെതന്യാഹു പോലും അവിടുത്തെ ജനങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മുല്ലാക്കയെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അവിടുന്ന് അഴിച്ചു മാറ്റുക, അതാണ് അവരുടെ ലക്ഷ്യം. നമുക്ക് പിന്നെ ഇറാനോട് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു വളരെ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ UN വോട്ടിംഗ് വന്നപ്പോൾ തന്നെ എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയല്ലോ, അതിൽ 10 ദിവസം മുമ്പ് മറ്റൊരു വോട്ടിംഗ് വന്നപ്പോൾ നമ്മളെ ന്യൂട്രൽ അടിച്ചു, ആരെയും സപ്പോർട്ട് ചെയ്തില്ല. അപ്പം ഈ ഇറാൻ പാകിസ്ഥാനെ പോലെ എന്താന്ന് പറയാൻ കാര്യം, ഇറാൻ ഈസ് എ വാസ്റ്റ് കൺട്രി. ഒരുപാട് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇറാനിന് ഇറാനികൾ അത്ര മണ്ടന്മാരുമല്ല. ഇത്രയും വലിയ സാങ്ഷൻ ഉണ്ടായിട്ടും ബുഷിൻ്റെ ഭരണകാലത്തൊക്കെ ചെകുത്താന്മാരുടെ രാജ്യമാണ് നോർത്ത് കൊറിയയും ഇറാനും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കംപ്ലീറ്റ് ഇവരെ ഷട്ട് ഡൗൺ ചെയ്തു. റഷ്യക്ക് കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. എന്നാൽ റഷ്യയുടെ പുറത്ത് സാങ്ഷനുണ്ട്. അപ്പോൾ ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ നിർത്തിയില്ല. അപ്പം നോർത്ത് കൊറിയയ്ക്ക് അമേരിക്കയുടെ റഷ്യയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആകാനൊന്നും ഓർത്തില്ല. അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ ഇറാൻ്റെ ആ വ്യത്യാസം പറയുകയാണ്, പാകിസ്ഥാൻ അല്ല എന്ന് പറയാം. ഇറാൻ ഓൾമോസ്റ്റ് സ്വന്തമായിട്ട് വികസിച്ചെടുത്തതാണ് ഈ മിസൈൽ. ഇറാന് നേവി ഇല്ല, ഇറാന് എയർഫോഴ്സ് ഇല്ല, ഇറാന് ആർമി ഇല്ല. ആർമി ഉണ്ട്, കുറേ പേരെ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഒരു ബാറ്റിൽ റെഡി ഒരു പ്രൊഫഷൻസി തെളിയിച്ച ഒരു ആർമി ഇല്ല. സദാം ഹുസൈനോട്ട് അടിച്ചപ്പോൾ 1980s അടിച്ചപ്പോൾ ഇറാൻ തോറ്റുപോയി. ഇറാൻ്റെ പകുതിയോളം അവർ ഇറാഖ് പിടിച്ചോണ്ടുപോയി. അപ്പം ഇവർക്ക് ഇത് മൂന്നും ഇല്ല. പക്ഷെ ഇതില്ലാതെ പോലും ഇസ്രയേലിന് അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ 20,000 ഇത് ഇസ്രയേൽ പറഞ്ഞാണ്, 20,000 മിസൈൽസ് അവരുടെ ഉണ്ടെന്നാണ് പറയുന്നത്, ബാലിസ്റ്റിക് മിസൈൽസ്. പിന്നെ അവർ ഈ മറ്റേ പ്രോക്സീസിനെയൊക്കെ വെച്ച് നല്ല എഫക്റ്റീവായിട്ട് ഇസ്രായേലിന് പണി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ വ്യാജമാണെങ്കിലും അല്ലെങ്കിലും ന്യൂക്ലിയർ ബോംബുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന, അതൊക്കെ വളരെ എഫക്റ്റീവായിരുന്നു. അപ്പം അവരൊരു പുഷ് ഓവറല്ല. പിന്നെ ശരത്ത് വിചാരിക്കുന്നുണ്ടോ ഈ മൊസാദിൻ്റെ നിരീക്ഷണത്തിലാണ് ഇവരുടെ ന്യൂക്ലിയർ സൈറ്റ്സൊക്കെ 28ഓളം ഉണ്ട്, അതെല്ലാം ബോംബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, ഓവർ ഗ്രൗണ്ടിലുള്ളതാണ് ബോംബ് ഇരിക്കുന്നത്. ഈ താഴെയുള്ളത് 1 കിലോമീറ്റർ ദൂരെയാണ്, 1 കിലോമീറ്റർ താഴ്ചയിലാണ്, 500 മീറ്റർ ടു 1 കിലോമീറ്റർ താഴ്ചയിലാണ്, അണ്ടർഗ്രൗണ്ടിലാണ്. ഇറാന് നേരത്തെ അറിയാം ഈ ഇസ്രായേൽ വരും ആക്രമിക്കുമെന്ന്. അതുകൊണ്ട് അവിടെയാണ് ഈ എൻറിച്ച്മെൻ്റ് ഒക്കെ നടക്കുന്നത്. അപ്പം ഈ പ്രധാനപ്പെട്ട 4-5 നതാൻസ് അടക്കം ഇവർ ബോംബ് ചെയ്ത് നമ്മളെ മീഡിയയിലൊക്കെ നശിപ്പിച്ചു. നോ, ഇറ്റ് വാസ് നോട്ട് ഡിസ്ട്രോയിഡ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള സാധനം അവിടെ ഇരിക്കുകയാണ്. അതിനെ ബോംബ് ചെയ്യണമെങ്കിൽ ബങ്കർ ബസ്റ്റർ വേണം. ബങ്കർ ബസ്റ്റർ അമേരിക്കയുടെ ഉള്ളൂ. അത് അമേരിക്ക കൊണ്ടുവച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരേണ്ട, വളരെ അടുത്ത് കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തിനടുത്താണ്, ഡിഗോ ഗാർഷ്യയിലാണ് ബങ്കർ ബോംബർ ഇരിക്കുന്നത്. അപ്പോൾ അമേരിക്ക അത് ആർക്കും കൊടുക്കുകയില്ല. ഇസ്രായേലിന് കൊടുത്തിട്ടില്ല. 2 ടൺ ബോംബ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ബങ്കർ ബസ്റ്റർ കൊടുത്തിട്ടില്ല. അപ്പം ആ ബങ്കർ ബസ്റ്റർ ഉണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ കംപ്ലീറ്റ് ഇസ്രായേലിനെ തീർത്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അവരുടെ കുറേ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ തട്ടിക്കളഞ്ഞു. പക്ഷെ എന്നാലും ഇതൊക്കെ
ഈ ഇസ്രായേൽ ഇത് റെഡിയാണ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടാവും. അപ്പോൾ അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്, അതൊക്കെ അവർ ചെയ്യും. അവരത്ര തീരെ മണ്ടരല്ല. പാകിസ്ഥാനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദേ ആർ വെരി ഇൻ്റലിജൻറ്റ് പീപ്പിൾ. പണ്ടത്തെ കാലം തൊട്ടേ ഇസ്രയേലിൻ്റെ കൂടെ മല്ലുപിടിച്ച് ഏൻഷ്യൻ ഹിസ്റ്ററി എടുത്താൽ പോലും ഇസ്രയേലിൻ്റെ കൂടെ മല്ലുപിടിച്ച് ഇസ്രയേലിനെക്കാളും മികച്ചു നിന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ അവർക്ക് ഗ്രഹണി പിടിച്ചതുപോലെ, പിന്നെ ഇങ്ങനെ ഒരു അസുഖം പിടിച്ചതുപോലെ ഈ 79 കൊമേനി, നോട്ട് കമേനി, കൊമേനി വന്ന് തൊട്ടാണ് ഇറാൻ സ്വപ്പം ബാക്കിലോട്ട് പോയത്. അതിന് മുൻപ് 79 മുമ്പ് ഷോർട്ട്സും ജീൻസും ഒക്കെ ഇട്ടുകൊണ്ടാണ് അടുത്ത പെൺകുട്ടികൾ നടന്നത്. ഇതിന് ശേഷം വന്നാണ് ഈ പർദ്ദ എല്ലാം കൂടെ വലിച്ച് ഇടിച്ച് ആകെ നാശമാക്കിയത്. അപ്പോൾ ഇറാൻ ഈസ് എ വെരി ഫാഷനബിൾ പ്ലേസ്. പിന്നെ ഇസ്രയേലിനും ഇറാനോ അങ്ങനെ തകർക്കണമെന്നൊന്നുമില്ല. അവർ ഫ്രണ്ട്ലിയാണ്. ഈ നമ്മുടെ ഈ മൗലവിയൊക്കെ വന്ന ശേഷമാണല്ലോ പറഞ്ഞത് ഡെത്ത് ടു ഇസ്രായേൽ. അതെന്തെന്ന് പോളിസിയാണ്. കാരണം ഇസ്രയേലും പിന്നെ ഇറാനും തമ്മിൽ തർക്കമില്ല, ബൗണ്ടറി ഡിസ്പ്യൂട്ടൊന്നുമില്ല. ആകെയുള്ള തർക്കം ഡെത്ത് ടു ഇസ്രായേൽ. അങ്ങനെ പറയാൻ പറ്റുമോ ലോകത്തൊരു രാജ്യത്തിനെതിരായിട്ട്? ഇന്ത്യ പറയുന്നത് ഡെത്ത് ടു പാകിസ്ഥാൻ. നമ്മൾ പലതും പണിയുമായിരിക്കും, ബാൽക്കനൈസേഷൻ വരെ നമ്മൾ മാക്സിമം പ്ലാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഡെത്ത് ടു പാകിസ്ഥാൻ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു പോളിസി ഇല്ല, ഒരു ചിന്തയില്ല ആർക്കും ഇവിടെ. അതേസമയം ഇവരങ്ങനെയല്ല, ഡെത്ത് ടു ഇസ്രായേൽ. പിന്നെ അവർക്കവിടെ ജീവിക്കണ്ടേ, അവർക്കവിടെ എക്സിസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ആ 79 ശേഷമാണ് ഇവർ നാശമായത് ഇറാൻ. അതർവൈസ് ഇറാനിയൻസ് ആർ വെരി ഗുഡ്. ഞാൻ US പോയ സമയത്ത് ഇറാനിയൻസിന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇറാനിയൻസ് എങ്ങനെയാണ്. അവരുടെ പ്രൊഫസർ, അവരുടെ വളരെ ബുദ്ധിയുള്ള ആളുകളുമായിട്ടൊക്കെ ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ദേ ആർ വെരി ബ്രില്യൻറ്റ് പീപ്പിൾ. വലിയ പൊസിഷനിലൊക്കെ പണ്ട് ഈ കൊമേനി പോകുന്നതിന് മുമ്പേ പോയവരാണ് അമേരിക്കയിൽ. ഒരു നല്ല പൊസിഷനിലുള്ളവരാണ്. ദേ ആർ വെരി ബ്രില്യൻറ്റ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ. അപ്പം ഈ ബങ്കർ ബസ്റ്റർ കിട്ടിയാൽ താഴെയുള്ള അണ്ടർഗ്രൗണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആസ് ലോങ് ആസ് ദ underground, the tunnels exist. ഈ നതാൻസിൽ ഇങ്ങനെ ഈ സർക്കുലർ ടൈപ്പിൽ ടണൽ ആണ് ഈ സ്റ്റോറേജ് ഉണ്ട്. അത് മുകളിലായിരുന്നു, അത്ര ഡീപ്പല്ല. അത് തകർത്തു. പക്ഷെ ഡീപ്പ് വലിയ ഫെസിലിറ്റീസ് ഉള്ള വലിയ ഹോളും എത്രയോ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന സെൻറ്റേഴ്സ് അവർക്കുണ്ട്, ന്യൂക്ലിയർ സെൻറ്റേഴ്സ്. അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതവിടെ നിൽക്കുകയാണ്. ദാറ്റ് ഈസ് വൺ സിനോറിയോ. നശിപ്പിച്ചിട്ടില്ല. നമ്മൾ ചില മീഡിയ പറയുന്നത് പോലെ ശരിയല്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാൻ ഈ നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ഈ വാറിൽ ചതിയാണ്, എപ്പോഴും ചതിയാണല്ലോ വിജയിച്ചിട്ടുള്ളത് പണ്ട്. അപ്പോൾ ഇറാൻ ഒന്നാമത് ഈ മൗലവി ഇരിക്കുമ്പോൾ, ഈ കമേനി ഇരിക്കുമ്പോൾ ഇവർ പറയുകയാണ് കൈ പൊക്കി, വെള്ളക്കൊടി പൊക്കി, അയ്യോ ഞങ്ങൾ സറണ്ടർ ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, അപ്പം കരാർ ഒപ്പിടുന്നു. അവർക്ക് എപ്പോഴും റഷ്യ ബാക്കിംഗ് ഉണ്ട്. അവർ ആർമിയും കൊണ്ട്, റഷ്യൻ എയർഫോഴ്സും കൊണ്ട് വന്നില്ലെങ്കിലും റഷ്യയുടെ ഒരു ഇൻ്റർനാഷണൽ ബാക്കിംഗ് എപ്പോഴും ഉണ്ട്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. അപ്പം ഇവർ സമാധാന കരാർ ഒപ്പിട്ടെന്ന് വെച്ചു. ഇപ്പോൾ പെൻറ്റഗണിൽ 3-4 മീറ്റിംഗ് കഴിഞ്ഞു. അതായത് എങ്ങനെ ഈ വാർ നിർത്താം, ഇത് ഇനി എസ്കലേറ്റ് ചെയ്യാൻ സമ്മതിക്കേണ്ട, വാർ നിർത്താം, അതിനെപ്പറ്റിയുള്ള ആലോചനകൾ നടക്കുകയാണ്. അതിന് പുട്ടിൻ്റെ പിന്തുണയുണ്ട്. അപ്പം ഈ രണ്ടാമത്തെ സിനോറിയോ എന്ന് പറഞ്ഞത് ഇവർ ഒപ്പിട്ടാൽ ഈ മുല്ലാക്കയാണ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ, മുല്ലാക്ക പോയാൽ ഓക്കെ, ഞാൻ പറയുന്ന സിനോറിയോ വരില്ല. പക്ഷെ മുല്ലാക്കയാണ് കണ്ടിന്യൂ എങ്കിൽ ഹൗ ക്യാൻ ദ വേൾഡ് ബിലീവ് ഇറാൻ ഓവർ ദെയർ പ്രോമിസസ്? ഞങ്ങൾ ഇനി ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റ് ഒന്നും നടത്തില്ല. ഈ ഇറാനിയൻസ് ഞാൻ പറഞ്ഞല്ലോ വളരെ ബ്രില്യൻ്റ് ആണ്. അവർ ഈ എല്ലാം കൊണ്ട് ആ നതാൻസ്, പിന്നെ 2-3 ഫൊറോഡോ എന്നൊക്കെ പറഞ്ഞ ആ സൈറ്റ്സിലും ഒക്കെ മാത്രമേ ഇത് ഇവർ ചെയ്യുള്ളൂ. അവർ രഹസ്യമായിട്ട് ഒരു 5 ബോംബ് ഉണ്ടാക്കാനുള്ള ഇതിനകത്തുള്ള എൻറിച്ച്മെൻ്റാണ് ഇസ്രായേലിലും മറ്റോരോ കണ്ടുപിടിച്ചത്. ഇപ്പം ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസി കരവടുണ്ട്. അവർ ചാരന്മാരാണ്, ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ചാരന്മാരാണ്. അപ്പോൾ അത് ഇറാനകത്തുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ ഇൻപുട്ട് വെച്ചിട്ടാണ് പറയുന്നത് ഈ 10 ബോംബ് ഉണ്ടാക്കാനുള്ള
ഇത് ഇറാൻ്റെ കയ്യിലുണ്ടോ? ഇവരെ എല്ലാം വെട്ടിച്ച് ഇറാനിയൻസിന് അത്രയ്ക്ക് ബുദ്ധിയില്ല. ഇവരെല്ലാം വെട്ടിച്ച് വേറൊരു രഹസ്യ സ്ഥലത്ത് എൻറിച്ച്മെൻറ്റ് നടത്തി ബോംബുണ്ടെങ്കിലോ വേറെ ഒരു 5 ബോംബുണ്ടെങ്കിലോ ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ഈ കരാറെല്ലാം ഒപ്പിട്ട് ഞങ്ങൾ സമാധാനം എന്നൊക്കെ പറയുന്നു. ഇവരെല്ലാം മറ്റേ പിന്നെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സൈറ്റ്സിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും രഹസ്യമായിട്ട് വേറൊരു സ്ഥലത്ത് വളരെ ഗൂഢമായിട്ട്. നമ്മുടെ പൊക്രാനാണോ 98-ലെ എക്സ്പ്ലോഷൻ ആണോ എന്ന് അറിഞ്ഞുകൂടാ. ഇത്രയും അവർക്ക് സംശയം ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. ഇത്രയും പൂച്ച മീൻകടയിൽ നിന്ന് കറങ്ങും പോലെ അമേരിക്കയൊക്കെ കറങ്ങിയിട്ട് നമ്മളവരെ വെട്ടിച്ച് പിന്നെ നമ്മൾ എക്സ്പ്ലോഷൻ നടത്തി, ന്യൂക്ലിയർ ഡിവൈസ് നടത്തി പൊക്രാനിൽ. അതിന് പഴയ അച്ഛൻ ബുഷ്, നോട്ട് ജൂനിയർ ബുഷ്, അച്ഛൻ ബുഷ് സിഐയുടെ ഡയറക്ടറെ അയാൾ ഡിസ്മിസ് ചെയ്തു. വൈ യു ഫെയിൽ ടു മോണിറ്റർ ദിസ് അല്ലെങ്കിൽ കളക്ട് ദിസ് ഇൻഫർമേഷൻ ദാറ്റ് ഇന്ത്യ ഈസ് ഗോയിങ് ടു. അമേരിക്ക ഓഫ് ഗാർഡായിരുന്നു, അവർ അന്തം വിട്ടുപോയി. അപ്പോൾ അതേപോലെ ഈ ഏജൻസീസിനൊക്കെ വെട്ടിച്ച് ഈ ഇറാൻ വേറെ എവിടെയെങ്കിലും അത്യാവശ്യം 5 ബോംബ് സൂക്ഷിക്കുന്നുണ്ടെങ്കിലോ. പിന്നെ ഒരു കാര്യത്തിന് ഈ യുറേനിയം മൈൻസ് ഉണ്ട് ഇറാൻ ഇഷ്ടം പോലെ. അതൊന്നും അവിടെയൊന്നും കാര്യമൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ മൈനിന് ഞാൻ മണലെടുത്തുവിടാം അല്ലെങ്കിൽ അത് എടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നൊരു നിയമം കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ അതൊന്നും റഷ്യ സമ്മതിക്കില്ല. അപ്പോൾ അഥവാ ഈ എൻറിച്ച്ഡ് യുറേനിയം 90% യുറേനിയം അവരുടെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഈ സാൻഡ്, ഈ യുറേനിയം 3% മൈനുകളിൽ നിന്ന് എടുക്കുന്ന 3% യുറേനിയം 90% ആക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ 50% ഡർട്ടി ബോംബ് 90% ആക്കുന്ന പ്രോസസ്സ് രഹസ്യമായിട്ട് വേറെ എവിടെയെങ്കിലും അവർ ചെയ്താലോ? വി ഡോണ്ട് നോ. ഇസ്രായേലിന് എല്ലാം അറിയാം. പക്ഷേ കൂടുതലും നമ്മൾ അങ്ങനെ ഒരു രാജ്യത്തിനും ഇസ്രായേലിനെ പോലെ തന്നെ ബുദ്ധിയുള്ളവർ തന്നെയാണ് ഇറാനികൾ. അത്ര ബുദ്ധി കുറവെന്നൊന്നും പറയാൻ ഒക്കില്ല. അപ്പോൾ അവർ അങ്ങനെയെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ ഒരു വർഷം അങ്ങ് പോകുന്നു. ഒരു വർഷം കഴിയുമ്പം ഒരു ന്യൂക്ലിയർ ബോംബ് അവർ എക്സ്പെരിമെൻ്റ് നടത്തും. ഞങ്ങളുടെ കയ്യിൽ ഈ സാധനമുണ്ട്, ഞങ്ങൾ പറയുന്ന പോലെ ഇനി നിങ്ങൾ ചെയ്തോണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും? എല്ലാവരും കൂടെ പോയി ഒരുമിച്ച് ഇറാനെ ആക്രമിക്കുക പറ്റും. പക്ഷെ റഷ്യ സമ്മതിക്കില്ല. റഷ്യ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ റഷ്യയെ ബൈപ്പാസ് ചെയ്ത് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ട്രംപ് 90 മിനിറ്റ്സ് സംസാരിക്കുന്നു, 75 മിനിറ്റ് സംസാരിക്കുന്നു. ഇപ്പോൾ രണ്ടാമതും സംസാരിച്ചു പുടിനുമായിട്ട്. അതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രംപ് ഈസ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഇൻ നോ വേ റഷ്യ ഈസ് ട്രൈങ് ടു ഇൻ്റർഫിയർ ഇൻ ദിസ് കോൺഫ്ലിക്റ്റ്. അതാണ് ട്രംപ് നോക്കുന്നത്. അത് പുടിനും മനസ്സിലാവും. പുടിൻ നാളെ എയർഫോഴ്സ് ഉണ്ടെന്ന് അവിടെ ഇറാൻ്റെ അവിടെ നിൽക്കുമെന്നല്ല. ഈ റഷ്യയുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ അവനവൻ്റെ സേഫ്റ്റിയും ഇതുമെല്ലാം നോക്കണ്ടേ. റഷ്യക്ക് ഇറാൻ ഒരു വൈറ്റൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയാണ്. ഈ ഇറാൻ്റെ ഈ റഷ്യയുടെ ഇടയ്ക്കൊക്കെ ഉള്ള ഈ കോക്കസസ് എന്നൊക്കെ പറയുന്ന റീജിയനുണ്ട്. അതും പിന്നെ ഈ ഇറാൻ്റെ മറ്റേ സെൻട്രൽ ഏഷ്യയായിട്ട് കണക്ട് കിടക്കുന്ന ആ ഏരിയ എന്ന് പറയുന്നത്, അവിടെ വേറെ കൊച്ചു രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് റഷ്യയുടെ ഒരു എന്താ പറയുക അണ്ടർബെല്ലി എന്ന് പറയുന്നത് സോഫ്റ്റ് സൈഡാണ്. അവിടെ റഷ്യക്ക് എനിമിക്കലായിട്ട് ഉള്ള ഒരു ഭരണം വരാൻ റഷ്യ സമ്മതിക്കില്ല. ഈവൻ ഇസ്രയേലും USA കൂടെ ചേർന്ന് അവിടെ ഒരു പുതിയ റെഷീം അട്ടിമറി വന്നാൽ പോലും അത് ടോട്ടലി റഷ്യക്ക് ഹോസ്റ്റൈലായിട്ടുള്ളവർ ഇത് റഷ്യ സമ്മതിക്കില്ല. അതിന് ദേ വിൽ മേക്ക് ഷുവർ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഇവിടെയുണ്ട്. അല്ലാതെ പാകിസ്ഥാനെ ബോംബ് ചെയ്ത് സ്റ്റോൺ ഏജ് ആക്കാൻ എളുപ്പമാണ് ഇന്ത്യയും മറ്റുള്ള രാജ്യങ്ങളും വെച്ചാൽ. പക്ഷേ ഇറാനെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആരുടെയും സഹായമില്ലാതെ തന്നെ ഇറാൻ ഇത്രയും ബാലിസ്റ്റിക് മിസൈലും ഒക്കെ ഉണ്ട്, എയർഫോഴ്സ് ഇല്ല, നേവി ഇല്ല, എന്നിട്ട് പോലും പിടിച്ചു നിൽക്കുന്നു. കംപ്ലീറ്റ് സബ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ഈ ഇസ്രായേലിന് ഒരു പ്ലാനുണ്ട്, ഒരു ഡെഫിനറ്റ് പ്ലാനുമായിട്ടാണ് അവർ പോകുന്നത്. പക്ഷെ അത് എക്സാക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇപ്പം അവർ ഉദ്ദേശിക്കുന്നത് റെഷീം ചേഞ്ചാണ്. ഇയാളെ അങ്ങ് മാറ്റിയ നല്ലൊരു കാര്യമാണ്. പിന്നെ
ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ഒന്നും ഇത്രയും പ്രശ്നമില്ല. അത് റഷ്യയ്ക്കും വലിയൊരു വിസമ്മതമില്ല. കൊമൈനി തന്നെ വേണമെന്ന് റഷ്യയ്ക്ക് താല്പര്യമില്ല. ഞാൻ റഷ്യയ്ക്ക് ഒരു ചെറിയ പേടിയുണ്ട്, ഇയാൾ മറ്റേ ഇത് കയറ്റി അയക്കും, ഫണ്ടമെൻ്റൽ ഇസ്ലാമിയ ഫോബിയയും മറ്റേ ചെച്ചിനിയൻസിനെയൊക്കെ ഇയാൾ പ്രോപ്പപ്പ് ചെയ്യാൻ, ഇയാൾ ഉടക്കുകയാണെങ്കിൽ ഇയാൾ പ്രോപ്പപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് അവർക്ക് വലിയ പേടിയാണ് റഷ്യക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു വേറൊരു ടൈപ്പിലുള്ള ഹെൽത്തി ഗവൺമെൻറ്. ഈ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പം സെലൻസ്കിയെ പോലെ ഒരുത്തനെ റഷ്യ ഒരിക്കലും സമ്മതിക്കില്ല ഇറാനിൽ വരാൻ, ഒരിക്കലും സമ്മതിക്കില്ല, അത് നടക്കില്ല. റഷ്യ പല്ലും നഖവും ശക്തിയുക്തം എതിർക്കും. അപ്പം ഇതാണ് സിനോറിയ. ഒരു 10 ദിവസത്തിനകത്ത്, നെക്സ്റ്റ് 10 ഡേയ്സിനകത്ത് നമുക്കറിയാൻ പറ്റും ഈ വാർ എങ്ങോട്ടാണ് പോകുന്നത്, വേൾഡ് വാറിലേക്ക് പോകും. സാർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ കാണിച്ചത് ഒരു എടുത്തുചാട്ടമായിട്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം വേണം. ഈ സമ്പുഷ്ടീകരണമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ സമയം കിട്ടുന്നവർ അവർക്കത് അഡ്വാൻറ്റേജ് ആയിട്ട് വരും. പക്ഷേ ഇസ്രായേൽ എടുത്തു ചാടിയത് ഇറാൻ ഒരു പവർഫുൾ ആയിട്ട് മാറുകയാണോ, നാളെ നമുക്കൊരു വെല്ലുവിളിയാകുമോ? അപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞു യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ശേഷം ഒരു വൻ ശക്തിയായിട്ട് മാറും. കാരണം കരാറുകളിലൊന്നുമില്ല. അവർ ഇതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ രഹസ്യമായിട്ടാണ് പല നീക്കങ്ങളും വരുന്നത്. ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ, ലോകത്തിന് മുന്നിൽ ഒന്നും ഇറാൻ ഒരു കാര്യവും തുറന്നു പറയുന്നില്ല, എല്ലാം രഹസ്യമായിട്ട് നടത്തുന്നു. ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടാണോ ഇറാൻ പെട്ടെന്ന് ഇസ്രായേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നതും അമേരിക്കയെ അടക്കം അത് ചൊടിപ്പിക്കുന്നതും എല്ലാം ആ രീതിയിൽ കൂടി ആയിരിക്കില്ലേ? നിങ്ങളുടെ ചോദ്യം ഭാഗികമായി ശരിയാണത്. പക്ഷേ വാട്ട് ഈസ് ദ ഓപ്ഷൻ, എനി അതർ ഓപ്ഷൻ ലെഫ്റ്റ് ഫോർ ഇസ്രായേൽ? ആക്രമിക്കാതെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് ഉടനെ പ്ലാൻ ചെയ്തതല്ല. ഇസ്രായേൽ ഈസ് ബിഹൈൻഡ് ഇറാൻ ഫോർ ദ പാസ്റ്റ് 20 years. ഇയാൾ 79 വന്ന, എനിക്ക് പറഞ്ഞ 79, 89, 99 ഇവരുടെ ഈ ന്യൂക്ലിയർ പരിപാടികളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തത് 20 years ഉള്ളൂ സീരിയസ് ആയിട്ട്. അപ്പം തൊട്ട് ഇസ്രായേലുണ്ട് കൂടെ. പക്ഷേ അന്ന് ഇപ്പം ബൈഡൻ്റെ ഭരണകൂടം ഇറാനുമായിട്ട് ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു ലാസ്റ്റ് 3-4 months ഫോൺ പോലും എടുത്ത് സംസാരിക്കാത്തത് ബൈഡനുമായിട്ട്. അവർ തമ്മിൽ ഉടക്കായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഇപ്പം നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ചെയ്യുന്നതിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് പോലെയാണ് ഇറാൻ്റെ കൂടെ. അപ്പോൾ ഇറാനിലൂടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്ക അങ്ങ് കംപ്ലീറ്റ് വിശ്വസിക്കാനും ഇസ്രായേലിന് പറ്റില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ കാൽക്കുലേഷനിൽ അവർക്ക് അത് വന്നാൽ, ആ ബോംബ് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇസ്രായേൽ ഒരു ചെറിയൊരു രാഷ്ട്രമല്ലേ, കേരളത്തിൻ്റെ 3/4 ഭാഗമേ ഉള്ളൂ ഇസ്രായേൽ. 22,000 അതോ 2,22,000. ഇനി കേരളം 38,000 കിലോമീറ്റർ, അങ്ങനെ സ്ക്വയർ കിലോമീറ്റർ മറ്റാണ് ഇവരുടെ. അതായത് നമ്മുടെ കേരളത്തിൻ്റെ 2/3 ഭാഗമാണല്ലോ ഇസ്രായേൽ. ആ രാഷ്ട്രം ഒരു കടാരയുടെ ആകൃതിയിലാണ്, മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ആ രാഷ്ട്രത്തെ 2-3 മെയിൻ, ഇപ്പം അവരുടെ ഡയോന ന്യൂക്ലിയർ സൈറ്റ്, അതായത് നഗാവ് ഡെസർട്ടിലാണ് അവരുടെ ഡയോന ഇതുള്ളത്. അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജെറുസലേം, ഹൈഫ, ഇങ്ങനെയുള്ള വേറെ അധികം സ്ഥലങ്ങളില്ല. അവിടെ കൊണ്ട് ഒരു 5 ബോംബ് ഇട്ടാൽ, ന്യൂക്ലിയർ ബോംബോ ഡർട്ടി ബോംബോ ഇട്ടാൽ ഇസ്രായേലിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇറാനെ മുച്ചൂടെ നശിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ നശിപ്പിക്കാൻ നോക്കില്ല, അമേരിക്കയ്ക്കേ പറ്റുള്ളൂ. ഇത് ഇസ്രായേൽസ് എ ലാർജ് കൺട്രി. ഇത് എവിടെയൊക്കെ ഇവന്മാരിത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഏത് മലനിരകളിൽ ഒന്നും അറിഞ്ഞുകൂടാ. കഴിയുന്നതും ഇസ്രായേൽ എടുത്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഹോപ്പായിരുന്നു വി ഹാവ് കളക്റ്റഡ് ഓൾ ദ ഇൻഫർമേഷൻ. പക്ഷെ അത് ശരിയാവണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പാകിസ്ഥാനികളല്ല ഇറാന്, നല്ല ബുദ്ധിയുള്ളവരാണ്. മാത്രമല്ല സഹായിക്കാൻ റഷ്യയുണ്ട്. നന്നായിട്ട് റഷ്യ അഡ്വൈസ് ചെയ്യും എങ്ങനെയൊക്കെ എന്തൊക്കെ വേണം. ഈ ട്രംപ് വന്ന ശേഷമാണല്ലോ റഷ്യയും അമേരിക്കയും തമ്മിൽ സ്നേഹം മഞ്ഞുരുകൽ വന്നത്. അതിനു മുമ്പ് അവർ എനിമിക്കൽ ടൈംസ് ആയിരുന്നു. ഈ ബൈഡനുമായിട്ട് ഭയങ്കര ഉടക്കായിരുന്നു പ്യൂട്ടിൻ. അപ്പം നന്നായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. ഈ ഡ്രോൺ എങ്ങനെ ഉപയോഗിക്കണം, എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്ന് റഷ്യക്കാർ ട്രെയിനിങ് കൊടുത്ത ഒരു രാജ്യമാണ് ഇറാൻ. മറ്റേ കാമാക്കോസി ടൈപ്പ് ഡ്രോണൊക്കെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രോണുകളിൽ ഒന്ന് ഉണ്ടാക്കുന്നത് ഇറാനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്ര അടുപ്പമാണ്. അപ്പോൾ അവർ കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് എവിടെ വെക്കണം. അത് ഇവരിങ്ങനെ സാറ്റലൈറ്റ് വഴി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവരെ വെട്ടിച്ച്
എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് റഷ്യ ഉപദേശിച്ചാണ് അവരിത് ചെയ്തും കാണും. നമുക്കറിഞ്ഞില്ല, വി ഡോണ്ട് നോ. പിന്നെ വേറൊരു കാര്യം, ഈ മൊബൈൽ ലോഞ്ചേഴ്സ് ഉണ്ട്. മൊബൈൽ ലോഞ്ചേഴ്സ് ഒരു വണ്ടി ഓടിച്ച് ആ മൊബൈൽ ലോഞ്ചറിനകത്ത് ICBM ഉണ്ട്. മൊബൈൽ ലോഞ്ചർ ഇന്ന് ICBM വിക്ഷേപിക്കാം. ഇതെന്നിട്ട് അതിനകത്ത് എവിടെയെങ്കിലും കയറ്റി സാധാരണ പോലെ അതിൻ്റെ പുറത്തൊരു ഷീറ്റും വലിച്ചിട്ടിട്ട് മിണ്ടാതിരുന്നാൽ മതി. സമയമാകുമ്പം ഓടിച്ച് മൊബൈൽ ലോഞ്ചർ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒരു ICBMൽ ഒരു ന്യൂക്ലിയർ ബോംബ് കണക്ട് ചെയ്ത് വിട്ടാൽ എന്തോ ചെയ്യും ഇസ്രായേൽ. പിന്നെ ഇസ്രായേൽ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുന്നത് അതിന് ഓപ്ഷൻ കുറവാണ് ഇസ്രായേലിന് ചെയ്യാം. പക്ഷേ ഇസ്രായേൽ ഇഫ് ദേ ആർ ടേക്കൺ ടു ദ വാൾ ബിയോണ്ട് വിച്ച് ഇറ്റ് കനോട്ട് ഗോ, ഈ ചോരനിൽ ഒന്ന് ഒതുക്കി പിന്നെ ഇസ്രായേലിന് പോകാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു ഇത് സിനാറിയോ വന്നാൽ മാത്രമേ ഇസ്രായേൽ ന്യൂക്ലിയർ ബോംബ് ഇടാൻ സാധ്യതയുള്ളൂ. അതും ടാക്റ്റിക്കൽ വെപ്പൺ ന്യൂക്ലിയർ ബോംബ്സ് ആയിരിക്കും, ചെറിയ ചെറിയ. അത് അമേരിക്കയൊക്കെ സമ്മതിച്ചാൽ അതിന് പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. തേർഡ് വേൾഡ് വാറിലേക്ക് പോകൂല എന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം വയലേറ്റ് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ അമേരിക്ക ഇൻസിസ്റ്റ് ചെയ്യണം അവിടെ ഇന്ന ഈ സെലൻസ്കിയുടെ പോലെയുള്ള ഒരുത്തനെ അവിടെ പോസ്റ്റ് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവർ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ പിന്നെ അമേരിക്ക ഇതിനകത്ത് എൻട്രി ചെയ്യുകയാണ്, ഈ വാറിൽ എൻട്രി ചെയ്യുകയും പിന്നെ പാവ ഗവൺമെൻറ്റിനെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ റഷ്യ സമ്മതിക്കില്ല. അത് നിസ്സംശയം. ഇപ്പം പുടിൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. ഈ ഉക്രൈനുമായിട്ട് അടിച്ചത് ഒരു കാരണവശാലും നമ്മൾ റഷ്യയെ അളക്കരുത്. റഷ്യ സ്റ്റിൽ എന്തിനാണ് ഈ പിന്നെ ട്രംപ് ഇടയ്ക്ക് ചോദിച്ചില്ലേ, മറ്റേ ഏതോ ഒരു രാജ്യം സൗത്ത് ആഫ്രിക്കയുടെ ഇപ്പുറത്തുള്ള ഒരു രാജ്യം, എൻ്റെ പേര് മറന്നുപോയി, ബിയിലെ മറ്റേ തുടങ്ങുന്ന, അത് ഏത് രാജ്യം, അതെവിടെ എന്ന് ട്രംപ് ചോദിച്ചില്ല. കാരണം ആ രാജ്യത്തിന് ലിവറേജ് ഇല്ല. ട്രംപിന് അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മറന്നുപോയി, നാക്കിൽ നിൽക്കുന്നു. എനിവേ, പക്ഷേ റഷ്യ അങ്ങനെയല്ല. റഷ്യക്ക് ഭയങ്കര ലെവറേജാണ്. ചൈന എന്ന റഷ്യയുടെ അടുത്ത് വരില്ല. ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും വലിയ സബ്മറൈൻ ഫ്ലീറ്റ് അവർക്കാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് പ്രൂവൺ ആയിട്ടുള്ള സബ്മറൈൻസ് ഉള്ളത്, ന്യൂക്ലിയർ സബ്മറൈനും എല്ലാം ഉള്ളത് ഇതാണ്. മറ്റേ ചൈനക്കാർ ഇങ്ങനെ കുറേ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി അതൊന്നും നോട്ട് പ്രൂവൺ. പക്ഷേ അമേരിക്ക എന്നും വിറച്ചിട്ടുള്ളത് പഴയ USSR ആയിരുന്നാലും റഷ്യ ആയിരുന്നാലും ഇപ്പോഴായിരുന്നാലും റഷ്യയുടെ സബ്മറൈൻ ഫ്ലീറ്റാണ്. സബ്മറൈൻ ഫ്ലീറ്റ് അവർ ഇറക്കണമെങ്കിൽ തേർഡ് വേൾഡ് വാർ വരണം. ഉക്രൈനെതിരായിട്ട് സബ്മറൈൻ ഫ്ലീറ്റ് അവർ ഇറക്കില്ല. അപ്പോൾ റഷ്യ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറാനെ ഓപ്പണായിട്ട് വന്ന് റഷ്യ സഹായിച്ചില്ലെങ്കിലും റഷ്യ ഉണ്ട്, ഇറാൻ്റെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ റഷ്യ സോപ്പിടണം കംപ്ലീറ്റ്. ഇപ്പം സോപ്പ് ഇട്ടിട്ടുണ്ട്. ഉക്രൈനിൽ ഞങ്ങൾ ഇനി ഇടപെടുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞ് ട്രംപ് മാറി നിൽക്കുകയാണ്. അത് കീവിൽ ശരത്ത് കുറിച്ച് വെച്ചോ, കീവിലേക്ക് മാർച്ച് ചെയ്യും. അത് എന്നെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. റഷ്യൻ ഫോഴ്സസ് കീവിൽ മാർച്ച് ചെയ്യുമ്പോൾ ഈ വാർ നിൽക്കും. പിന്നെ അമേരിക്ക വന്ന് കുറച്ചൊക്കെ സംഗതികൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ടും ചെയ്യണം, ബാക്കി നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ തീരുള്ളൂ. അപ്പം റഷ്യക്ക് അങ്ങനെ ഒരു കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി MI6 മറ്റേ ജർമ്മനി ഒന്നും അനങ്ങില്ല, നിങ്ങൾക്കെതിരായിട്ട് ഒരു ഡ്രോണും അയക്കില്ല, ഒരു മിസൈലും അയക്കില്ല, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ട്രംപ് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാൽ തന്നെയും സെലൻസ്കിയെ മാറ്റി കഴിഞ്ഞപ്പം സെലൻസ്കിയുടെ അച്ഛനെ ഇവിടെ കൊണ്ടുവരുന്നിരുത്തിയ, ഇറാനിലിരുത്തിയ എങ്ങനെയാണ്? അത് റഷ്യ സമ്മതിക്കും? ഒരിക്കലും സമ്മതിക്കില്ല. അതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇറാൻ. കാരണം റഷ്യക്ക് എപ്പോഴും ഐസുണ്ട്, സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ്, അതെല്ലാം പല ടാജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇതൊക്കെ റഷ്യ അനുകൂലിക്കുന്നവരാണ്. ഇറാനിലൊരു റഷ്യയുടെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു സാധനം വന്നാൽ അത് വലിയ വിഷയമാണ് റഷ്യക്ക്. റഷ്യ വീണ്ടും ഈ ഉക്രൈനേക്കാളും വലിയ ക്യാൻസറാണ്. അപ്പോൾ അത് റഷ്യ സമ്മതിക്കില്ല, അത് ഇറാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇറാനെ കംപ്ലീറ്റ് സബ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ് ഇസ്രായേലും അമേരിക്കയൊക്കെ ആഗ്രഹിക്കുന്നത് റെഷീം ചേഞ്ചാണ്. റെഷീം ചേഞ്ച് ചെയ്ത് അവിടെ തൽക്കാലം ഒരു വെടിനിർത്തലൊക്കെ കൊണ്ടുവന്ന്, അല്ലാതെ ഇറാനെ തറ പറ്റിക്കാൻ പറ്റില്ല. ന്യൂക്ലിയർ ഇതൊക്കെ നശിപ്പിച്ചാലും ആ രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ പറ്റില്ലല്ലോ. അവർ ഭയങ്കര റെസീലിയൻ്റാണ് ഇറാനിയൻസും ഇസ്രേലികളും ഒക്കെ ഭയങ്കര, ഈ റഷ്യൻസൊക്കെ ഈ റെസീലിയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ളവരാണ് ചരിത്രത്തിൽ. അപ്പം ഒരളവ് വരെ ഇസ്രായേലിന് പിന്നെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ
ഇവൻ ന്യൂക്ലിയർ ബോംബ് പവർ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതാണ് അവർ ചാടി വീണ് ഇത് ചെയ്തത്. ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ട്രംപ് പഴയ പരിപാടി തന്നെ ചെയ്ത് സോപ്പിടാനും ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ് പരിപാടി തന്നെ. അപ്പോൾ ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞു. മാത്രമല്ല ബെഞ്ചമിൻ നെത്തന്യാഹു മാത്രമല്ല, ഈ US ഭയങ്കര ലോബീസ് ഉണ്ട്, ജൂവിഷ് ലോബി. അവരെ ഒന്നും മറികടന്ന് ട്രംപിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ട്രംപിന് പൈസ ആഗ്രഹമുള്ളതാണല്ലോ. അപ്പോൾ അവർ എന്താ പറയുന്ന ഈ ജൈജാൻറ്റിക് ഫൈനാൻഷ്യൽ പവേഴ്സാണ് ഈ ജൂയിഷ് ഇതെന്നാ പറഞ്ഞത്. അപ്പോൾ അവരെയും ട്രംപിന് പേടിക്കണം. എന്നാൽ ട്രംപിന് ഇവരെല്ലാം വെട്ടിച്ച് ഇറാനുമായിട്ട് ക്ലോസ് ആയിട്ട് പോയാൽ കൊള്ളാമെന്നൊക്കെ അങ്ങനെ കൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇത് ട്രംപ് ഇറങ്ങാത്തത്. ട്രംപ് അധികം ഇറങ്ങിയിട്ടില്ലല്ലോ, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ ബങ്കർ ബസ്റ്റർ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഇറാൻ്റെ ഓയിൽ പാടങ്ങൾ അത് എനിക്കൊന്ന് ലോകത്തിലെ ടോട്ടൽ ഓയിൽ പ്രൊഡക്ഷൻ്റെ മൊത്തം ഡെപ്പോസിറ്റ് എല്ലാം കൂടെ 30% 40% ഒരു ഇറാൻ്റെ അത്ര റിച്ചാണ് അവർ ഓയിലിനും ഗ്യാസിനും ഒക്കെ. അവിടെ ഈ ഓയിൽ ഭീമന്മാർ ഷവറോൺ എന്നൊക്കെ പറഞ്ഞ അവർ വലിയ ആളുകളാണ്. അവർ ജൂ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അമേരിക്കൻ. അവർക്കൊക്കെ എപ്പോഴും ഒരു കണ്ണുണ്ട് ഈ ഓയിൽ റിച്ചായിട്ടുള്ള ഇറാൻ്റെ. അപ്പോൾ അവർക്കും കൂടെ ഈ കമേനി പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഡെമോക്രാറ്റിക് റൂൾ ഈ അമേരിക്കൻ കമ്പനീസിനെ വെൽക്കം ചെയ്യും. അതാണ് ട്രംപിന് താല്പര്യം. അങ്ങനെ ഒരു സംഗതിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇസ്രായേലിന് വേറെ നിവൃത്തിയില്ല, ഇത് ചെയ്തേ പറ്റൂ. അവരെ ഡിസ്ട്രോയ് ചെയ്യണമെന്നില്ല. അവർക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ന്യൂക്ലിയർ സൈറ്റ്സ് മൊത്തം ബോംബ് ചെയ്യാനുണ്ട്, അവരുടെ കപ്പാസിറ്റി ഇല്ലാതാക്കുക, ഡീആക്ടിവേറ്റ് ചെയ്യുക. ഒരു 10 വർഷത്തേക്ക് പേടിക്കണ്ടല്ലോ. പിന്നെ റെജീം ചേഞ്ച്. ഇത് രണ്ടുമാണ് ഇസ്രായേൽ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ നിൽക്കുമോ എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ കമേനി ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇറാൻ്റെ എൻറിച്ചഡ് യുറേനിയം പുടിൻ പറഞ്ഞു ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. നിങ്ങളെ എൻറിച്ചഡ് യുറേനിയം ഇങ്ങോട്ട് തരിക. നിങ്ങൾക്ക് വേണ്ട ഫിസൽ മെറ്റീരിയൽ എന്നാണ് അതിങ്ങ് തരിക. അതിന് പകരം നിങ്ങൾക്ക് വേണ്ട പീസ്ഫുൾ ന്യൂക്ലിയർ മെഡിസിൻ മറിച്ച് അതൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ വെച്ചോ. ഞങ്ങളുടെ സൂപ്പർവിഷനിൽ എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ ശത്രുവല്ലല്ലോ, അതുകൊണ്ട് നിങ്ങളതിങ്ങ് തരാൻ പറഞ്ഞു. അപ്പം പെഷ്കാനിയന് താല്പര്യമായിരുന്നു, ഇറാൻ പ്രസിഡന്റിന്. അയാളൊരു മോഡറേറ്റാണ്. ഇയാൾ സമ്മതിച്ചില്ല. അമ്മാവൻ 86 വയസ്സായ അമ്മാവൻ പറഞ്ഞു അത് ഞങ്ങളുടെ റൈറ്റാണ്. അപ്പോഴാണ് അപ്പം ലാസ്റ്റ് ചാൻസ്. അതാണ് ട്രംപ് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് തന്നത്, നിങ്ങൾ കേട്ടില്ല. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ തന്നു, കേട്ടില്ല. അത് ഇതാണ്. അങ്ങനെ വന്നപ്പോൾ അതും കൂടെ പോയപ്പോഴാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അപ്പോൾ ഇസ്രായേലിൻ്റെ നെസസിറ്റി ആയിരുന്നു, അവർക്കത് ചെയ്തേ പറ്റൂ. പക്ഷെ അത് അവരെ കയ്യിൽ ഈ വാർ നിൽക്കുമെന്നുള്ളത് നമ്മൾ ഒരു 10 ദിവസത്തിനകത്ത് കണ്ടറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ചെയ്യാനുള്ളതാണ്. F-35 എന്ന ഒരു വാക്ക്, അതായത് ആ ഒരു കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു യുദ്ധത്തിൻ്റെ ഈ ഒരു ആക്രമണങ്ങൾക്കിടയിലാണ്. F-35 കൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറയുന്നു ഇറാനെ, അതുപോലെ ഇറാൻ അതിനെ അടിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ആ രീതിയിലുള്ള വാർത്തകൾ വരുന്നു. മാത്രമല്ല കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു, അതിലേക്ക് വരാം. അതിന് മുന്നേ തന്നെ F-35 ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് സാർ കരുതുന്നു? ഈ F-35 എന്ന് പറയുന്നത് അമേരിക്കയുടെ മോസ്റ്റ് മോഡേൺ സ്റ്റെൽത്ത് ഫൈറ്ററാണ്. വാർ നടക്കുമ്പം പണ്ട് അറബ് ഇസ്രായേൽ വാർ നടന്നപ്പോൾ 67 ആണെന്ന് തോന്നുന്നു. വാർ നടന്നപ്പം എല്ലാ മീഡിയയും ലോകം മുഴുക്ക പറഞ്ഞു 700 ഇസ്രായേലിൻ്റെ പ്ലെയിൻ തറയിട്ടെന്ന്. ആക്ച്വലി 350 ഉള്ളൂ. അന്ന് ഇത് വെരിഫൈ ചെയ്യാൻ മാർഗമില്ല. അപ്പോൾ അതേപോലെ അത് ഇറാൻ കള്ളം പറയുന്നതാണ്. ഐ ഡോണ്ട് തിങ്ക് F-35 അവർ ഉപയോഗിച്ചോ ഇല്ലയോ എനിക്കറിഞ്ഞൂടാ. പക്ഷേ പോയി എന്നുള്ളത് നമ്മുടെ റഫാൽ അടിച്ചിട്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ എനിക്ക് തോന്നുന്നു മാക്സിമം റഷ്യയുടെ സുഖോയ് 30 ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരെണ്ണത്തിന് എന്തോ പറ്റി, ഒരെണ്ണം ഇവിടെ ഇന്ത്യക്കകത്ത് വീഴുക പിടിക്കുക ചെയ്തിട്ടുണ്ട്. അല്ലാതെ റഫേലൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരുപാട് ആളുകൾ ഇന്ത്യയിലുള്ളവരും വിചാരിച്ചിരിക്കണം റഫേൽ പോയി. അതേപോലെ ഒരു പബ്ലിസിറ്റിയാണ് അത് ഇറാൻ്റെ ഒരു വാർ മോങ്കറിങ് ഭാഗമായിട്ട് പറയുന്നത്. അത് കളവാണ്.
കേരളത്തിൽ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു F-35 വന്നതായിട്ടുള്ള റിപ്പോർട്ട് വന്നത് അത് ഭയങ്കര രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അതിന് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ സംഭവങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ ചർച്ചകൾ വരുന്നുണ്ട്. F-35 നമുക്ക് അറിയാം, അത്രയും വലിയൊരു യുദ്ധരംഗത്ത് തന്നെ എതിരാളികൾ പോലും ഭയക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ് എന്നുള്ള പറയാം. മാത്രമല്ല ഇപ്പോൾ ഇറാൻ പോലും അതൊരു ടോപ്പിക് ആക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇസ്രായേലിന് ഒരു പ്രധാന ടോപ്പിക് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ആ F-35 കേരളത്തിൽ പെട്ടെന്ന് എത്തുന്നു. അതായത് വിമാനവാഹിനിയിൽ നിന്ന് അതിന്റെ ഫ്യൂവൽ കുറഞ്ഞുവെന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്ത് കേരളത്തിലെത്തുന്നു. ഇതിന് പിന്നിൽ കുറെ അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്കിത് ആദ്യം ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോഴും ഞാൻ ചിരിച്ചു. മനസ്സിലായി, എനിക്ക് വീട്ടിനകത്തിരുന്ന് ചിരിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഇന്നായിപ്പോയി. ഇതിനിടയ്ക്ക് നമ്മുടെ രണ്ടുപേരുടെയും തിരക്ക് കാരണം അവതരിപ്പിക്കാൻ പറ്റില്ല. F-35 എയും ബിയും സിയും ഉണ്ട്. ഈ F-35A ടൈപ്പ് അതൊന്നും അല്ല ഇവിടെ ട്രിവാൻഡ്രത്തൊന്നും. നമുക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്ന് ഏകദേശം 1800 നോട്ടിക്കൽ മൈൽസ് എന്ന് പറഞ്ഞാൽ എബൌട്ട് 3000 സംതിങ് കിലോമീറ്റർ ദൂരെ, 3000 കിലോമീറ്ററിന് ദൂരെ ചാഗോസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ദ്വീപസമൂഹമുണ്ട്. ചാഗോസ് നിയർ മൗറീഷ്യസ്. അവിടെയാണ് ഡിഗോ ഗർഷ്യ. ഈ ചാഗോസും ഡിഗോ ഗർഷ്യയിലെ US ബേസാണ്. അവർ ഇവന്മാർ കൊടുത്തിരിക്കുകയാണ് 2035 വരെ. ഇപ്പം റിന്യൂ ചെയ്ത് കൊടുത്തു ഈ UK. UK അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് US-നെ ഏൽപ്പിച്ച. അപ്പോൾ അത് ഇന്ത്യക്കൊരു വലിയ പാരയാണ്. ഒരിക്കലും USA നമ്മുടെ ഇന്ത്യ ആക്രമിക്കില്ല. UK ആക്രമിച്ചാലും USA ഒരിക്കലും ആക്രമിക്കുന്ന ഒരു വിഷയം എനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ചിലപ്പോൾ നമ്മളെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. 80s 70s 80s 71 വാർ അന്നാണ് ഈ USA ആക്ച്വലി അവിടെ പരിപാടികൾ തുടങ്ങിയത്. അത് ഇറ്റ്സ് എ ബിഗ് ലാർജ് ബേസ്. അപ്പോൾ അവിടെ ഈ UK-യുടെ ഷിപ്പുകൾ വരും. US ബേസ് ആണെങ്കിലും ഈ UK-യുടെ ഷിപ്പുകൾ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഈ UK-യുടെ ആകെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേവിയാണ്. അപ്പോൾ അവരുടെ നേവൽ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഈ അമേരിക്കയായിട്ട് ചേർന്ന് നിൽക്കില്ല. അപ്പോൾ ഈ ചാഗോസ് ഐലൻഡ് മൗറീഷ്യസ് പറഞ്ഞത് ഞങ്ങളുടെയാണ്. അപ്പോൾ അങ്ങനെ കേസിന് പോയി ICJ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗ് അവർ എനിക്ക് 3 മാസം മുമ്പ് 6 മാസം മുമ്പ് ഓർഡർ ഇട്ട് അത് മൗറീഷ്യസിൻ്റെയാണ് തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേ പിന്നെ UK ഈ നാഴികയ്ക്ക് 40 വട്ടം മനുഷ്യാവകാശങ്ങളെ പറ്റിയും ധ്വംസനങ്ങളെ പറ്റിയും ഒക്കെ സംസാരിക്കുന്ന ഈ UK, ഞാൻ പറയില്ലേ പഴയ ആ ഡീപ് സ്റ്റേറ്റ്, റിച്ചഡ് ഡീപ് സ്റ്റേറ്റ്, അവന്മാർ പറഞ്ഞൊന്നും പറ്റില്ല. അത് ഞങ്ങളൊന്ന് ഞങ്ങളൊന്ന് UN ജനറൽ അസംബ്ലിയും പറഞ്ഞു. അങ്ങനെ സാധാരണ ഇവരെല്ലാം കൂടെ പറയാറില്ല. UN ജനറൽ അസംബ്ലിയിലും UK-ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ അവിടെ US ചെറുതായിട്ടൊന്ന് കളിച്ചെന്ന് തോന്നുന്നു. UK-യുടെ കൂടെ നിന്നില്ല. UN ജനറൽ അസംബ്ലിയും പറഞ്ഞു മൗറീഷ്യസിന് കൊടുക്കാൻ. ഒരുമാതിരി ഇനി ലോകത്തൊരു ഇൻ്റർനാഷണൽ ബോഡി ഇല്ല പറയാം. അല്ലാതെ മൗറീഷ്യസിന് യുദ്ധം ചെയ്ത് UK-യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ? അവർ കൊടുക്കാതെ ആ സോവറൻ റൈറ്റ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചാഗോസ് ഐലൻഡും ഡിഗോ ഗർഷ്യയും ഒരുമിച്ചാണ് നടക്കുന്നത്. ഈ ഡിഗോ ഗർഷ്യയിൽ ചാഗോസിൽ വിസിറ്റിന് പോയ കപ്പൽ, അവിടെ വിസിറ്റിന് പോയ കപ്പൽ ഈ അസറ്റ്സ് മൂവ് ചെയ്യാണ്. ഈ മറ്റേ പെട്ടെന്ന് നാളെ ഇറാനിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറ്റില്ലല്ലോ. ഇവിടുന്ന് എബൌട്ട് 5000 സംതിങ്, എബൌട്ട് 6000 കിലോമീറ്റർ ദൂരം ഉണ്ട് ഹോർമിസ് സ്ട്രൈറ്റിലേക്ക് പോകാൻ. ആ ഹോർമിസ് സ്ട്രൈറ്റിൽ എത്തിയാലേ ഇറാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇവന്മാർ പതുക്കെ അങ്ങോട്ട് പോയതാണ്. പോയപ്പം ടെക്നിക്കൽ സ്നാഗ് ഒന്നും ഉണ്ടായെന്ന് ഞാൻ ചിരിച്ചതാണ്. അതെനിക്ക് പെട്ടെന്ന് തീരുന്നു. അതായത് ഇവിടെ ഇപ്പം ശരത്ത് അറിഞ്ഞോ, ഒരു ഫ്ലൈറ്റിൻ്റെ കാര്യം നമ്മൾ എല്ലായിടത്തും കണ്ടല്ലോ. മെനഞ്ഞാന്ന് രാത്രിയിലാണ് മറ്റോ. ഇന്നലെ ഒരെണ്ണം വന്നിട്ടുണ്ട് 2:30 മണിക്ക്. അത് യൂറോ ഫൈറ്ററാണ്, അത് UK-യുടെയാണ്. ഇന്നലെ ഒരെണ്ണം വന്നിട്ടുണ്ട് പകൽ 2:30 മണിക്ക്. അപ്പോൾ അത് എന്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അറിഞ്ഞില്ല എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ്ലി ഗാർഡഡ് പൈലറ്റ് അവിടെ കസേരയിട്ടിരുന്നെന്നല്ലേ പറഞ്ഞു. ആരും അതിൻ്റെ അടുത്ത് വരാതിരിക്കാൻ അയാൾ അവിടെ നിന്ന് പോയില്ല. അപ്പോൾ ഇന്നലെയും വന്നിട്ടുണ്ട്. അത് യൂറോ ഫൈറ്ററാണ്. അപ്പോൾ യൂറോ ഫൈറ്റർ ഒറ്റയടിക്ക് ഏകദേശം റഫ്ലി 3000 കിലോമീറ്റർ പോകും വിത്തൗട്ട് റീഫ്യൂലിംഗ്.
പക്ഷെ അതിനകത്ത് ഓയിൽ ഇതുണ്ട്, ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, അഡീഷണൽ ഫ്യൂവൽ ടാങ്ക് ഒക്കെ ഉണ്ട്. അപ്പം അതിന് നല്ല റേഞ്ച് ഉണ്ട്. യൂറോ ഫൈറ്റർ ഒരു റെഗുലർ ഫൈറ്ററാണ്. യു കെയുടെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ജർമ്മനിയുടെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്ററാണ്. അവർ പറയുന്നത് അത് റഫേലിനേക്കാൾ നല്ലതാണെന്നൊക്കെ അവർ പറയുന്നു. പക്ഷെ നമ്മളത് സെലക്ട് ചെയ്തില്ല. നമ്മൾ കൺസിഡർ ചെയ്തു, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തില്ല. അതേസമയം F-35B വെർഷനുണ്ട്. അത് ഈ യൂറോ ഫൈറ്റർ പറന്നു വന്നതാണ്, വേറെ കപ്പലിൽ നിന്ന് വന്നതല്ല. വെളിയിൽ നിന്ന് അവിടുന്ന് മറ്റേ ചഗോസ് ഐലൻഡിൽ നിന്ന് ദിയോഗാർഷി എന്ന് പറന്ന് ഇവിടെ വാർ എക്സസൈസിൻ്റെ ഭാഗമായി, അഥവാ ഒരു പോസിബിൾ വാർ വരെയാണെങ്കിൽ വാർ എക്സസൈസിൻ്റെ ഭാഗമായി ഒറ്റയടിക്ക് യൂറോ ഫൈറ്ററിന് എത്താം. മറ്റേ ഇതുള്ള അല്ലെങ്കിൽ ഇതുണ്ടല്ലോ മിഡ് എയർ, അതൊക്കെ ഇവർക്കുണ്ടല്ലോ, അങ്ങ് പോവാം. എന്തിനാണ് ഇന്നലെ 2:30 മണിക്ക് ഇത് ഇവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അത് വാർ എക്സസൈസിൻ്റെ ഭാഗമാകാം. അത് ചുമ്മാ ചാടിക്കയറി ഇവിടെ ഇറങ്ങിയതായിരിക്കില്ല. അത് എല്ലാം നമ്മുടെ ഡിഫൻസുമായിട്ടൊക്കെ ആലോചിച്ച് അതൊക്കെ നേരത്തെ മെസ്സേജ് കൊടുത്ത് അത് നമ്മളത് പുറത്തു പറയേണ്ട കാര്യം അല്ലല്ലോ. അതുകൊണ്ട് അതൊന്ന് ലാൻഡ് ചെയ്തതാണ്. മറ്റേ F-35B എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ ചഗോസ് ഐലൻഡിൽ നിന്ന് US ബേസിൽ നിന്ന് മറ്റേ ഹോർമിസ് സ്ട്രൈറ്റിലേക്ക് പോകുന്ന വഴി ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ എബൌട്ട് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. എബൌട്ട് 3000 കിലോമീറ്റർ ആണല്ലോ നമുക്കത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആണ് പെട്ടെന്ന് അത് അതെങ്ങനെയാ ഇന്ധനം തീരുന്നത്? അത് പറന്നല്ലല്ലോ വരുന്നത്. ഈ F-35 ബിയുടെ റേഞ്ച് 1500 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. 1500-1600 എന്നാൽ ഞാൻ ഷിപ്പിൽ പോകുന്നതല്ലേ. ഷിപ്പിൽ നിന്ന് പറന്നു പോയി ബോംബെ ഇട്ട് തിരിച്ചവിടെ ഇറങ്ങുന്ന സാധനമാണ്. അത് എന്തെങ്കിലും പറയണ്ടേ? നമ്മളിവിടെ മീഡിയക്കാരിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. അപ്പം എന്തെങ്കിലും പറയണ്ടേ? അത് ഇന്ത്യയും UK കൂടെ ആലോചിച്ചിട്ട് സ്ട്രാറ്റജിക് ഒരു 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 ബുദ്ധിയായിരിക്കും, അങ്ങനെ ഒരു തോട്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പം ഈ F-35B 1500-1600 ഉള്ളൂ. പക്ഷെ അത് ഈ പ്ലെയിനിൽ വന്നിട്ട് ആ പ്ലെയിനിൽ നിന്ന് ഇതെവിടെ പോയത്? പിന്നെ ഇതിന് ഫ്യൂവൽ ഷോർട്ടാവാൻ കാരണം 2000 കിലോമീറ്റർ പോയാലേ ഇതിന് ഫ്യൂവൽ ഷോർട്ടാവുള്ളൂ. ഇത് അങ്ങനെ പോവില്ല. ഇത് പ്ലെയിനിലിരുന്നിട്ട് അവിടെ ഹോർമിസ് സ്ട്രൈറ്റിൽ പോയിട്ട് വേണമെങ്കിൽ ഇറങ്ങി പെട്രോൾ നടത്തും. ഇത് അങ്ങ് എത്തിയിട്ടില്ല. അപ്പം അത് വേറെ എന്തോ ആണ്. നമുക്ക് എൻ്റെ ബലമായ സംശയം വാർ ഗെയിമിൻ്റെ ഭാഗമായിട്ട് 2 സാധനം, യൂറോ ഫൈറ്ററും F-35Bയും. ഈ F-35Bയും സ്റ്റെൽത്തുള്ളതാണ്, വെരി അഡ്വാൻസ്ഡ്. അത് നമ്മുടെ വിമാനവാഹിനി എയർക്രാഫ്റ്റ് കരിയറിൽ മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ്. അല്ല, വെർട്ടിക്കൽ ടേക്ക് ഓഫ്, വെർട്ടിക്കൽ ലാൻഡിങ്. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അത് പിന്നെ അതാണ് അതിനകത്തുള്ള സംഗതി. അല്ലാതെ ഈ നമ്മളെ പത്രത്തിലും TV-യിലും കണ്ടത് അല്ല. പക്ഷെ ഇതിന്റെ ഈ F-35യുടെ മുന്നറിയിപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ശനിയാഴ്ച ആയിരുന്നു ഇത് രാത്രിയാണ് വന്നത്. രാവിലെ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എങ്കിൽ പോലും നമ്മൾ ATC, അതായത് അവർ കൃത്യമായിട്ട് കേന്ദ്രമായിട്ട് ഇടപെട്ട് അവരുടെ പെർമിഷൻ കിട്ടിയതിനു ശേഷമാണ് ഇമിഗ്രേഷനും ക്ലിയറൻസിനും ഒക്കെ ശേഷം പൈലറ്റിനെ പുറത്തിറക്കിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ വാദങ്ങളെയൊക്കെ ഒന്ന് എന്താ പറയുക, തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉന്നയിക്കുന്ന മറ്റൊരു വാദമായിട്ട് പറയുന്നത്. കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഇത്, നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതൊക്കെ ഒരു പൊള്ളയായ വാദങ്ങളായിട്ട് മാറുന്നുണ്ടോ? അല്ല, അതിനകത്ത് വലിയ റിലവൻസ് ഇല്ലല്ലോ. നമുക്കിപ്പം ആ ഒരു കാര്യം നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. അത് ആസ് സച്ച് UK ഡിഫൻസും നമ്മുടെ ഡൽഹി ഡിഫൻസുമായിട്ട് സംസാരിച്ച് PM-ൻ്റെ പെർമിഷനൊക്കെ എടുത്ത് അത് മൊത്തം എന്തിനാ ഇവിടുത്തെ ജനങ്ങളെ, അത് UK-ക്ക് ഇഷ്ടമല്ലായിരിക്കും, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യക്കും താല്പര്യമില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എഗ്രീഡാണ്. എന്നിട്ട് ഇവർ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ATC എടുത്ത് ഡൽഹിയിൽ നിന്ന് ക്ലിയർ, ATC-കാരൻ വെളിയിൽ പോയി ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ATC എടുത്ത് ചോദിച്ചു. അപ്പോൾ ATC ഡൽഹിയിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഡൽഹിയിൽ റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. സാധാരണ അതിൽ അങ്ങനെ വരുള്ളൂ. നേരിട്ട് പറയുമ്പോൾ ഈ ഒരു ഇറാനുമായിട്ട് ഇത് കണക്റ്റഡ് ആകുന്നതെന്ന് താങ്കൾക്ക് തോന്നുന്നു? തീർച്ചയായിട്ടും അത് കണക്റ്റഡ് ആണ്. ആ ഷിപ്പ് അങ്ങോട്ട് പോയതാണ്, ഹോർമിസ്. ഇവിടുന്ന് 1500 നോട്ടിക്കൽ, ഇവിടുന്ന് അഗൈൻ 3000 കിലോമീറ്ററാണ് ഹോർമിസ് സ്ട്രൈറ്റിലേക്ക്. അത് ഓൺ ദ വേ ആണ്. എന്തോ ചിലപ്പോൾ ആരെങ്കിലും സിക്കായതായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ
വേറെ എന്തെങ്കിലും ആയിരിക്കാം. നോട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ ടെക്നിക്കൽ സ്നാക്ക്. അത് ഇവിടെ ട്രിവാൻഡ്രത്ത് ഇറങ്ങി എങ്ങനെ സ്നാഗ് പരിഹരിക്കാൻ പറ്റും? മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ഹെലികോപ്റ്ററും വന്നു, UK ഹെലികോപ്റ്റർ വന്നു ടെക്നീഷ്യൻസൊക്കെ ആയിട്ട്. ഇത് നമ്മൾ ഇന്ത്യക്കാരെ അതിനകത്ത് കയറ്റില്ലല്ലോ. അപ്പം പിന്നെ അവർ വന്നു. അപ്പോൾ അത് ടെക്നിക്കൽ സ്നാഗാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്തോ സം ഇൻട്രൂഗിങ് സംഗതികളുണ്ട്. അത് വാർ ഗെയിമിൻ്റെ ഭാഗം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് പെട്ടെന്ന് അവർ ഇറങ്ങി നോക്കിയതാണ് ഇവിടെ ട്രിവാൻഡ്രം ഈസ് എ വെരി വെരി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ്. പണ്ട് പഞ്ചാബിലും കാശ്മീരിലും അടിയല്ല, അടുത്ത ചൈനയായിട്ടൊക്കെ ഒരു എൻഗേജ്മെൻറ്റ് വരികയാണെങ്കിൽ ട്രിവാൻഡ്രം ഈസ് എ വെരി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. ഇവിടെ കമാൻഡ് സെൻറ്റർ, കരയും കടലും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ല, കമാൻഡ് സെൻറ്റർ ഇവിടെ വരാൻ PM ഞാൻ അറിഞ്ഞത് മോഡിജി അത് ഒപ്പിട്ടെന്നാണ്. കമാൻഡ് സെൻറ്റർ ഇവിടെ വരാൻ പോയാണ്. നമുക്കിപ്പോൾ 2 കമാൻഡ് സെൻറ്ററേ മറ്റേ ഉള്ളൂ, ഒന്ന് ആൻഡമാൻസിലും പിന്നൊന്ന് വേറെ എവിടെയും. ഇനി ഇവിടെ വരെയാണ്. അപ്പോൾ എബൌട്ട് 50,000 ഫാമിലീസ് തന്നെ ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ ഇത് ഈ കമാൻഡ് സെൻറ്റർ എന്ന് പറയുമ്പോൾ റോക്കറ്റ് ഫോഴ്സ്, നേവി, എയർഫോഴ്സ്, ആർമി, പിന്നെ വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ട്, അതെല്ലാം കൂടെ ഒരു ലെഫ്റ്റനൻറ്റ് ജനറലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ലെഫ്റ്റനൻറ്റ് ജനറലോ ഇക്വലൻറ്റ് എയർഫോഴ്സ് ഇവിടെ നേതൃത്വത്തിലുള്ള കമാൻഡ് ഫോഴ്സ് ഉടനടി തുടങ്ങുമെന്ന് പറയുന്നു. അപ്പോൾ അതിതാണ് ഈ ട്രിവാൻഡ്രം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. പിന്നെ ഈ ദ്വീപകാർഷയിലൊക്കെ നമുക്ക് എപ്പോഴും ഒരു കണ്ണ് വേണം. പിന്നെ ഈ ചൈനയുടെ സബ്മറൈൻസ് ഏത് സമയം തമ്പാനൂർ ബസ് പോകും പോലെയാണ് ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന്മാരുടെ ഒക്കെ നമുക്കൊരു കണ്ണ് വേണം. അപ്പോൾ അതിനെല്ലാം കമാൻഡ് സെൻറ്റർ ഈ എൻ്റെ ഒരു ഇതിനകത്ത് ഇത് അദാനിയുടെ അച്ഛൻ്റെ ഒന്നും പോർട്ടല്ല വിഴിഞ്ഞം പോർട്ട് വരാൻ ആദ്യം മുൻകൈ എടുത്തിട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജിസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഫോഴ്സിൻ്റെ സ്ട്രാറ്റജിസ്റ്റ് തീരുമാനിച്ചതാണ്, അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാറിൽ ക്ലോസ് ചെയ്യുന്നു, ഇവിടെ വിഴിഞ്ഞത്ത് ക്ലോസ് ചെയ്യുന്നു. ചൈനീസ് ഷിപ്സ് ഇതിൻ്റെ ഇടയിൽപ്പെട്ടു. അവസാനമായിട്ട് ഒരു കാര്യങ്ങൾ താങ്കളുടെ ചുരുങ്ങിയ വാക്കുള്ളത് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ രംഗത്ത് അധികം പെട്ടെന്ന് ശ്രദ്ധിക്കാത്തവർ, അതായത് അഭ്യൂഹങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടല്ലോ, പല അഭ്യൂഹങ്ങളും ഉണ്ടാകുന്നു. അതായത് ഇന്ത്യയിൽ നടക്കുന്നത് അവസാനം നോക്കുക, 2 കപ്പലപകടം കേരളത്തിൽ മാത്രം നടക്കുന്നു, അഹമ്മദാബാദിൽ പ്ലെയിൻ ക്രാഷ് നടക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു അടിയന്തരമായിട്ട് വിമാനം ലാൻഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ഒരു കറണ്ട് വരുമ്പോൾ കേരളം ഇതിനകത്ത് എന്തൊക്കെയോ ഒരു രീതിയിലേക്ക് എന്തൊക്കെയാണ് നടക്കുന്നത്, കേരളം അതുപോലെ തന്നെ അഹമ്മദാബാദിലെ ഈ പ്ലെയിൻ ക്രാഷിനകത്ത് അങ്ങനെ ഒരു അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നേരിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ഈ നമ്മുടെ കപ്പലപകടത്തിൽ എനിക്കങ്ങനെ തോന്നുന്നേയില്ല. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഒരു ഡോഗ് റൺ ഓവർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ 3-4 പേരവിടെ ചെന്നിട്ട് അതിൻ്റെ തലേന്ന് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്, നമ്മൾ പിന്നെ ഇത് CBI തരണം, അതിൻ്റെ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഹസാർഡസ് മെറ്റീരിയൽ അതിനകത്തുണ്ടായിരുന്നു. അത് ഇവന്മാർ ഇതുവഴി കൊണ്ടുപോയി, അത് അതിനുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ ഉത്തരവാദപ്പെട്ടവർ ചെയ്യും. ഹസാർഡസ് മെറ്റീരിയൽ ഇതുവഴി കൊണ്ടുപോകാമായിരുന്നു, അത് പെർമിറ്റഡ് ആണോ, കൊളംബോയിൽ നിന്ന് കയറ്റിയപ്പം അത് ശരിയായിരുന്നു, അവരത് അറിഞ്ഞായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുക. അല്ലാതെ അതിനകത്ത് ഒരു ഇൻട്രൂഗിങ് ഫാക്ടറും അതിനകത്തില്ല. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണ്. വളരെ നന്ദി സാർ. വന്ദേ മാതരം.